ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ നിധിയുടെ ബർത്ത്ഡേ രാത്രി 12 മണിക്ക് എണീറ്റ് എല്ലാവരും ആഘോഷിക്കുന്ന സമയത്താണ് അച്ഛൻ കടന്നു വരുന്നത്. അപ്പോൾ എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അച്ഛൻ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് നിധി പറയുകയാണ്. ഇത് കേട്ട് അച്ഛന് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. ആഹാ, ഹാപ്പി ബർത്ത്ഡേ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അതിലൊരു പാരഡി സോങ് പാടുകയാണ്. പൊട്ട കേക്ക് എന്ന രീതിയിൽ തന്നെയാണ് പാടിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധീഷിന് കലി വരിക. സുധീഷ് പറയണം, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? പൊട്ട കേക്കോ എന്ന് പറയണേ. എടാ ബർത്ത്ഡേ അല്ലേടാ, അപ്പോൾ ഒരു തമാശക്കാകാലോ, അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളെന്നും അച്ഛൻ പറയാം. അങ്ങനെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും മോളെ, ഏതായാലും കേക്കൊക്കെ മുറിച്ചല്ലോ, വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതിൽ നിന്ന് ഒരു കഷ്ണം കേക്ക് എടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും താഴ്ത്തിരിക്കണ കേക്ക് അച്ഛൻ കണ്ടില്ല. അപ്പോൾ അതിൽ അച്ഛൻ കയറി ചവിട്ടുകയാണ്. അയ്യേ ഇതെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ ദൈവമേ നശിപ്പിച്ചു, ഞാനുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കണം. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിങ്ങൾ ആ കേക്ക് കയറി ചവിട്ടിയല്ലോ. എടാ കേക്ക്, ഇത് കേക്കൊക്കെ താഴ്ത്തു കൊണ്ടുവന്നാണ് അവിടെ വെക്കുന്നത്. നടക്കുന്ന വഴിയിലാണ് ആ കേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത്. നിനക്കെന്താ ബോധമില്ലേ, വിവരമില്ലേ? നീ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ആഹാ, നിങ്ങൾ ചവിട്ടിയതും പോരാ, എന്നിട്ട് ഇപ്പം എന്നെ കുറ്റം പറയുകയാണ്. ഞാനുണ്ടല്ലെന്നും പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് ഇങ്ങനെ കൈ ഉയർത്തി കഴിഞ്ഞപ്പോഴേക്കും സുഭാഷോടെ പറയണ വേണ്ടാന്നൊക്കെ. അപ്പം അച്ഛൻ പറയണം, നീ തടയണെന്തിനാ? നീ എന്താ തടഞ്ഞില്ലെങ്കിൽ അവൻ എന്നെ മൂക്കി കയറ്റുമോ? ഇവരെന്താ ഈ കാണിച്ചു വിട്ടത്? ഇവരെ മുഴുവനും കുരുത്തക്കേട് കാണിച്ചു വെച്ചിട്ട് ഇപ്പം എൻ്റെ മേലും മെക്കിട്ട് കയറുന്നോ? ഇവിടെ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്ത് കൂട്ടുന്നത്. കേക്ക് കൊണ്ടുവന്ന് താഴേക്ക് വെച്ചിരിക്കുന്നത്. എൻ്റെ കാല് മഴുക്കായി, ഇനിയിപ്പോൾ പശ പോലെ ഒട്ടുന്നു. ഞാൻ ഇനി ഇതിയെ വെച്ച് എങ്ങനെ നടക്കുമ്പോളെ ഈ കേക്ക് പിടിച്ചേ? എനിക്ക് കേക്കും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ കാല് മുഴുവൻ നശിപ്പിച്ച് താഴത്ത് കൊടുത്ത കേക്ക് വെച്ചിട്ട് മനുഷ്യൻ കയറി അതിൽ കയറി ചവിട്ടുകയും ചെയ്തു. നാണമില്ലല്ലോ ഇവനെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വീണ്ടും കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഞൊണ്ടി പോവാണ്. അപ്പോഴേക്കും സുധീഷാണെങ്കിൽ ദൈവമേ, എൻ്റെ ഹൃദയം ചവിട്ടി അരച്ചുകൊണ്ടാണല്ലോ ഈ മനുഷ്യൻ പോകുന്നത് എന്ന് സുധീഷ് പറയാണ്. അപ്പോൾ നിധി ഒന്ന് നോക്കിയേ, ഒന്നുമില്ല, ഞാൻ ആ കേക്കിനെ കുറിച്ച് പറഞ്ഞതാ, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ കേക്ക് മുറിച്ചല്ലോ, ഇത് നല്ല കേക്കായിരുന്നു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളെല്ലാവരും കൂടി ഈ കേക്ക് മുറിച്ച് കഴിച്ചല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി പോയി കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര സങ്കടം. എന്നാലും എൻ്റെ കേക്ക് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല, കേക്ക് കൊടുത്തില്ലെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ പുറത്തിരുന്ന് വീണ്ടും പാരഡി പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി കിടന്നിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിച്ചിരിച്ച് ഇവർക്ക് മതിയായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും സുധീഷും ഹരീഷും അതേപോലെ തന്നെ നികേഷും ഒക്കെ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞ് അപ്പോൾ സുഭാഷാണെങ്കിൽ ഒരു ഗ്ലാസ് പായസമായിട്ട് വന്നിട്ട് ഇവർക്കൊക്കെ കൊടുക്കണത് എന്നാണ്. പായസമോ എന്ന് പറയണം. അതേ, ഇന്ന് നിധിയുടെ ബർത്ത്ഡേ അല്ലേ? ഓ അതെ ശരി, ആ പനിയത്തിക്ക് വേണ്ടി ചേട്ടൻ്റെ സ്പെഷ്യൽ പായസമാണല്ലേ? അതെ സ്പെഷ്യൽ പായസമാണെന്നും പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിധിയും അങ്ങോട്ട് വരുന്നത്. അപ്പം നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുഭാഷാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞിട്ട് പായസം കൊടുക്കുകയാണ്. പായസം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആഹാ, സുഭാഷ് ചേട്ടൻ പായസം ഉണ്ടാക്കിയോ? അപ്പോൾ സുധീഷാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാ പായസം ഉണ്ടാക്കിയത്. അപ്പോഴേക്കും നികേഷ് സുഭാഷ് ചേട്ടനാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ നികേഷും നിധിയൊക്കെ പറഞ്ഞപ്പോഴേക്കും സുഭാഷാണെങ്കിൽ സുധീഷ് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു പായസം ഉണ്ടാക്കണ കാര്യം, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണ്. എങ്ങനെയുണ്ട് മോളെ പായസം? ഉഗ്രനായിട്ടുണ്ട് ചേട്ടാ എന്നിങ്ങനെ പറയുകയാണ് നിധിയും. അങ്ങനെ എല്ലാവരും നിധിയോട് ഹാപ്പി ബർത്ത്ഡേ ഏട്ടത്തി, ഹാപ്പി ബർത്ത്ഡേ മോളെ. അപ്പോൾ സുധീഷാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുക. അതെ, സുമംഗലിയായിട്ട് 100 വർഷം ജീവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടൊരു അനുഗ്രഹം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നിധിയാണെങ്കിൽ സുധീഷിനെ തന്നെ കണ്ണും പിടിച്ച് നോക്കിയാണ്. അയ്യോ തെറ്റിദ്ധരിക്കണ്ട, ഞാനങ്ങനെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, കാരണം ബർത്ത്ഡേക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും സുഭാഷാണെങ്കിൽ മോളുടെ ബർത്ത്ഡേ ഇവിടെ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ മോൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നാനായിരുന്നു. അതൊന്നും കുഴപ്പമില്ല സുഭാഷ് ഏട്ടൻ ഏതായാലും പായസമൊക്കെ വെച്ചല്ലോ, പിന്നെ അത് മാത്രമല്ല കേക്കൊക്കെ മുറിച്ചില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും സുധീഷാണെങ്കിൽ എങ്കിലേ ഞാൻ നിധിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റോ? എന്നിട്ടെന്താണ് നീ കൊടുക്കാത്തത് എന്ന് സുഭാഷൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിധിക്ക് ഇഷ്ടമാവില്ലെന്ന് ഇഷ്ടമാകോ ഇല്ലെന്ന് അറിയില്ലല്ലോ,
ഇനി അത് മേടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാനത് കൊടുക്കാതിരുന്നത്. അപ്പം നിധിയാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്തായാലും മേടിച്ചില്ലേ, അപ്പോൾ പിന്നെ തരാതിരിക്കുന്നത് വളരെയേറെ മോശമല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നേക്ക്. സത്യമാണോ പറഞ്ഞത്? ഞാൻ ആ ഗിഫ്റ്റ് കൊണ്ട് തരട്ടെ? ആ താന്നേ എന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷ് പോയി ആ ഗിഫ്റ്റ് എടുക്കുക. ഗിഫ്റ്റ് എടുത്തിട്ട് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞൊരു കൊടുക്കുകയാണ്. ഞാൻ തുറന്നു നോക്കിക്കോട്ടെ? ആ തുറന്നു നോക്കിക്കോ. അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു കിടിലൻ സാരിയാണ്. സാരിയോ? എങ്ങനെയുണ്ട് നിധി, ഇഷ്ടപ്പെട്ടോ? പിന്നെ അടിപൊളിയായിട്ടുണ്ട്, കളറും എനിക്ക് ഇഷ്ടപ്പെട്ട്. ആഹാ കൊള്ളാലോ, അപ്പോൾ സുധീഷിന് കളർ സെൻസ് ഒക്കെ ഉണ്ടല്ലേ. ഞാൻ ഏതായാലും ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിധി ആ സാരിയും കൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എടാ നികേഷേ, എടാ ഹരീഷേ, ഇത് കണ്ടോ, അവളെൻ്റെ ഗിഫ്റ്റ് മേടിച്ചു, ദേ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമാ ഗാനമൊക്കെ പാടി അവിടെ കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ നിധി ആ സാരി എടുത്തിട്ട് വരിക. സാരി എടുത്തപ്പോൾ എല്ലാവരും കണ്ണും മേടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോടാണോ സുധീഷ് ചോദിക്കുകയാണ്. പിന്നല്ലാതെ മേടിച്ച നാളോടല്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ടത്. സൂപ്പറാ നിധി, അടിപൊളിയായിട്ടുണ്ട് എന്ന് സുധീഷ് പറയുകയാണ്. എങ്കിലേ ഞാൻ ഇന്ന് ഈ സാരി എടുത്തിട്ടാണ് ഓഫീസിൽ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിധി അങ്ങോട്ട് പോവാണ്. ഏടാ പറഞ്ഞത് കേട്ടോടാ, നിധി എൻ്റെ ഞാൻ മേടിച്ചു കൊടുത്ത സാരി എടുത്തിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നതെന്ന്. ഇതിൽ പരം സന്തോഷം ഇനി കിട്ടാനുണ്ടോടാ? എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പാട്ടുപാടി ഡാൻസ് കളിക്കുകയാണ്. അപ്പം നികേഷ് ഹരീഷൊക്കെ കളിയാക്കണം, എന്താണത്, വേറെ ഒരു പണിയില്ല തനിക്കെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ നിധി നേരെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിധി ഒരാളെ വിളിക്കണം, പോലീസ് ഓഫീസറെ വിളിക്കുക. വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും സാർ ഞാൻ നിധിയാണ്. നിധിയോ? ഏത് നിധി? സാർ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞില്ലേ? സുധീഷിൻ്റെ ഭാര്യ നിധി. എന്തിനിപ്പോൾ എന്നെ വിളിച്ചത്? അത് സാർ എനിക്ക് സാറെ അത്യാവശ്യമായിട്ടൊക്കെ ഒന്ന് കാണണം. ഞാൻ സ്റ്റേഷനിലുണ്ടല്ലോ സാർ. സ്റ്റേഷനിലുണ്ടെങ്കിൽ എനിക്ക് ആ സ്റ്റേഷൻ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാമോ സാർ? എനിക്ക് അങ്ങോട്ട് വരാം. നാണമില്ലേ? ഇവിടെ വെച്ചല്ലേ കല്യാണം നടന്നത്, എന്നിട്ട് ആ സ്റ്റേഷൻ പോലും ഓർമ്മയില്ലെന്നാണ് പറയുന്നത്. സാർ പ്ലീസ് സാർ, അത് എടിപിടി നടന്ന കാര്യങ്ങളല്ലേ, ഞാൻ സുധീഷിൻ്റെ ഒപ്പമല്ലേ അവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഓർമ്മ കിട്ടുന്നില്ല സാർ, ദയവ് ചെയ്ത് സാർ. ശരി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. ഇനി ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ബോസിനോട് ചോദിക്കുകയാണ്, അതെ ഞാനിന്ന് ഒന്ന് പുറത്തേക്കൊന്ന് ടൗണിലേക്കൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. പ്രോബ്ലം ഉണ്ടോ ലീവ് എടുക്കുന്നതിന്? അങ്ങനെ ലീവ് എടുക്കുന്നത് കൊണ്ടോ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ വർക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു തീർക്കണം, അത്രേ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ മാനേജ്മെൻറ്റ് ചോദിക്കാൻ നേരത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മാത്രം മതി. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. ശരി പൊയ്ക്കോ. അതെ നിധി ടൗണിലേക്കാണെന്നല്ലേ പറഞ്ഞത്? അതെ, എങ്കിലേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ അത് വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. എനിക്കവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? കാരണം നമ്മുടെ സൈറ്റിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് എനിക്കവിടെ ഒന്ന് പോകണം. ആ വഴി തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വണ്ടി കയറി പോവുക. അപ്പോൾ പോകുമ്പോഴും ഇയാളാണെങ്കിൽ നിധിയെ തന്നെ ഇങ്ങ് നോക്കുകയാണ്. നിധി ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴും നിധി അവിടെ ഒരക്ഷരം പോലും മിണ്ടുന്നുമില്ല. അപ്പോൾ ഇത് എന്താലോചിച്ചുകൊണ്ടിരിക്കുകയോ താൻ? ഒന്നുമില്ല. എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ്. ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് നിധിക്കൊരു കോൾ വരുന്നത്, കൂട്ടുകാരത്തിൻ്റെ കോളാണ്. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പറയണം. അപ്പോൾ ഇയാൾ ഈ മാനേജർ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ നിധിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇത്. അത് പിന്നെ ഒന്നും ആഘോഷിക്കായിരുന്നില്ല, നമുക്ക് ഓഫീസിൽ വെച്ച് നല്ല ആഘോഷങ്ങൾ ആഘോഷിക്കാറുന്നില്ല. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ വന്ന് പറയാനും മിഠായി കൊടുക്കാനൊക്കെ? അങ്ങനെ ഇയാൾ പുറത്ത് പോയി ഒരു പാക്കറ്റ് ചോക്ലേറ്റ് നമ്മുടെ നിധിക്ക് മേടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിധിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇയാൾ നിർബന്ധിച്ച് നിധിയെ കൊണ്ടത് മേടിപ്പിക്കുകയും ചെയ്യാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നിധി പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി നേരം കഴിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പഴയ കാര്യങ്ങളെല്ലാം നിധിയുടെ മനസ്സിലേക്ക് ഓടിക്കൂടി വരികയാണ്. എന്തൊരു അവസ്ഥയായിരുന്നു അന്ന് എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഈ ഓഫീസറെ മുന്നിൽ പോയിക്കാണ്. നിധി വാ നിധി. എന്താ നിധി കേൾക്കുന്നത്? സുധീഷിനുമായിട്ടുള്ള ഡിവോഴ്സിന് തയ്യാറായി എന്നൊക്കെ കേട്ടല്ലോ. ഇതൊക്കെ വേറെ വല്ല പണിയുണ്ടായിരുന്നു നിധി? കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ഡിവോഴ്സോ? എന്താ കാര്യം? സാർ ഞങ്ങൾക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല. അതാ കാരണം. എന്താണെന്ന് ചോദിച്ചാൽ സുധീഷ് എന്നെ ഉപദ്രവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സുധീഷ് കുടിച്ചിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ സുധീഷിൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നുണ്ടോ? അയ്യോ സാർ അങ്ങനെയൊന്നുമില്ല സാർ. പിന്നെ എന്താ പ്രശ്നം? വീട്ടുകാർ വല്ല ഫോഴ്സ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്താന്ന്? സെറ്റാവുന്നില്ല. വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ സെറ്റാവുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമോ നിധി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിധി പറയാണ്, സാറ് എന്താണെന്ന് എനിക്ക് അറിയില്ല സാർ.
അല്ല സാർ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സാറ് തെറ്റായിട്ട് എടുക്കരുത്. എന്താ ചോദിക്കാനുള്ളത്? അല്ല, സാറോട് ആരാ ഈ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതാരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ലല്ലോ പറയുന്നത്. അപ്പോൾ അവിടുത്തെ വലിയ പോലീസ് ഓഫീസർ വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതാരാ എന്ന് ചോദിക്കുകയാണ്. സാറിന് ഓർമ്മയില്ലേ സാർ, അന്ന് ഒരു ഡ്രൈവറും അതേപോലെ തന്നെ ഒരു ബിസിനസ്മാൻ്റെ മോളും ഒളിച്ചോടി വന്നിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നത്? ആ പെൺകുട്ടിയത്. ഓ, അത് ശരി, ആ പെൺകുട്ടിയാണോ ഇത്? അയ്യോടാ, സോറി കേട്ടോ. കാരണം എനിക്ക് അന്ന് കണ്ടതല്ലേ, എനിക്ക് അവിടെ മനസ്സിലായില്ല. ഓ, എന്താണാവോ ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിധിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്തു പറയും? ഡിവോഴ്സിൻ്റെ കാര്യം പറയാനായിട്ട് പറ്റുമോ? പക്ഷേ നിധിക്കറിയേണ്ടത് അവിടെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ മുഴുവനും ഈ സാറെ ആരാണ് വിളിച്ചു പറഞ്ഞത്. കാരണം ആദ്യം ഡിവോഴ്സ് നടക്കാൻ പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇനിയൊരവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ അതറിയാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ നിധി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിധിയോട് സത്യങ്ങളെല്ലാം ഈ പോലീസ് ഓഫീസർ തുറന്നു പറയുമോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കാണണമെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ.